എന്തിനാണ് നാം നാമം ജപിക്കുന്നത്? നിത്യേനയുള്ള നാമജപം നമ്മുടെ ഉള്ളിലെ വാസനകളെ ക്ഷയിപ്പിക്കുന്നു. ചിത്തശുദ്ധി ഉണ്ടായി വരുന്നു നമുക്ക്. അതാണ് നാമജപത്തിന്റെ പ്രാധാന്യം. നാമം ജപിക്കുന്നതിലൂടെ നമ്മുടെ ആർജിച്ചിരിക്കുന്ന പാപങ്ങളെ നശിപ്പിച്ചു കളയുവാൻ നമുക്ക് സാധിക്കുന്നു. നിത്യവും നാമം ജപിക്കുന്നവന് അഗ്നിശുദ്ധി കൈവരിക്കുവാൻ സാധിക്കും എന്നാണ് നാമജപത്തിന്റെ മാഹാത്മ്യം പറയുന്നത്. മനസ്സറിഞ്ഞ് ഈശ്വരനാമം, അത് അറിയാതെയാണെങ്കിൽ കൂടി, ബോധപൂർവമോ അല്ലാതെയോ ശരിയായോ തെറ്റായോ ഒന്നും നോക്കണ്ട, എങ്ങനെ ജപിച്ചാലും അത് ഭക്തിപൂർവവും വിശ്വാസപൂർവവുമായാൽ അതിന് ഉദ്ദിഷ്ട ഫലം ഉണ്ടെന്ന് തന്നെയാണ്, ആ മന്ത്രസിദ്ധി ഉണ്ടാകുമെന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്. അതിനുദാഹരണമാണ് രാമായണത്തിലെ വാൽമീകി മഹർഷി. രാമ രാമ ആ മന്ത്രം ജപിച്ച് 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 പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നയാണ്. നിരന്തരമായ നാമജപം നമ്മിലെ താമസ രാജസ ഭാവങ്ങളുടെ പ്രഭാവത്തെ നശിപ്പിച്ച് സാത്വികത ഉണർത്തും, സത്വഗുണം വർദ്ധിച്ചു വരും. അപ്പോ ആ താമസീ ഭാവവും, അതായത് ക്രൂരത ചെയ്യുവാനോ അല്ലെങ്കിൽ അധർമ്മം പ്രവർത്തിക്കുവാനോ ഉള്ള ഭാവവും രാജസീ ഭാവവും ക്രമേണ ക്രമേണ ക്ഷയിച്ചു പോകും. അതേപോലെ അങ്ങനെ സത്വഗുണം വർദ്ധിച്ചാലോ മനുഷ്യ മനസ്സില് ഓരോ മനസ്സുകളും നന്നായി വരികയാണല്ലോ, സാത്വിക ഭാവത്തിലേക്ക് വരികയാണ്. സമൂഹ മനസ്സിലും മാറ്റം ഉണ്ടായി വരും. അങ്ങനെ നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ മാലിന്യങ്ങളെ, കാമ ക്രോധ ലോഭ മോഹ മത മത്സര ദംഭ അസൂയ രാഗദ്വേഷാദികൾ, പിന്നെ നാം എപ്പോഴും പറയുന്നത് അഹം, എൻ്റെ, മമ, ഞാൻ, എൻ്റെ എന്നുള്ള അഹം മമ എന്നുള്ള ഭാവത്തെയും തരണം ചെയ്യുവാൻ ആ ആത്മസമർപ്പണത്തിലേക്ക് ഭഗവാനെ മുൻനിർത്തി നാമം ജപിക്കുമ്പോൾ സമർപ്പണ ഭാവം ഉണ്ടായി വരും. അപ്പോൾ അഹം, ഞാൻ എന്നുള്ള ഭാവവും മമ, എൻ്റെ എന്നുള്ള ഭാവവും മാറിപ്പോയി ഇതം ന മമ, ഇവിടെ ഉള്ളതെല്ലാം ഭഗവാന്റെ ആണ് എന്നുള്ളൊരു ബോധത്തിലേക്ക് ഉയരുവാൻ സാധിക്കും. അതുകൊണ്ട് നിരന്തര നാമജപം അല്ലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തിയിലെല്ലാം ഭഗവാനെ കൂട്ടിയിണക്കൽ അനിവാര്യമാണെന്ന് ആചാര്യന്മാർ പറയുന്നു.